അപ്പൊ ഈ ചോദ്യം നമുക്കറിയാം, ഇപ്പൊ ഇത്രയും അധികം ടെമ്പറേച്ചർ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കറിയാം. അപ്പൊ ഇതൊരു യൂണിവേഴ്സിന്റെ ഒരു ഹിസ്റ്ററിയാണ്. സമയം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നു. The time runs from left to right. There must have been something like a Big Bang, the very early universe, and we are here, and the space is continuing to expand, which means that the universe was smaller and smaller in the past, and the temperature continues to increase in the past. Like very compressive for and at some point the universe would have been about 10,000 Kelvin or above, which means that usual atoms could not have existed in that early universe. ഏർലി യൂണിവേഴ്സ് അത്രയധികം ചൂടുള്ളത് കൊണ്ട് നമ്മളിപ്പോ കാണുന്ന ഹൈഡ്രജൻ ആറ്റത്തിനടക്കം ഒരു ആറ്റമായിട്ട് നിൽക്കാൻ പറ്റില്ല. അതിനകത്തുള്ള പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും സ്പ്ലിറ്റ് ചെയ്ത് പുറത്താണ്. യൂണിവേഴ്സ് വാസ് അയണൈസ്ഡ്. അപ്പൊ ഇതിന്റെ ചിത്രത്തിലെ ഈ റെഡ് സാധനങ്ങളെല്ലാം സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. ഈ ബ്ലാക്ക് സാധനങ്ങൾ ഹൈഡ്രജൻ ന്യൂക്ലിയസ് ആണ്, പ്രോട്ടോൺ, ആൻഡ് ഓൾ ദീസ് ബ്ലൂ ഡോട്ട്സ് ആർ electrons. So it's a free gas of protons and electrons. അതിനാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. നമുക്ക് പണ്ടൊക്കെ പ്ലാസ്മ ടി വി കണ്ടത് കാലത്ത്. So plasma TV works on this one. One interesting aspect of plasma is that plasma is opaque to light. Light cannot travel through plasma. പ്ലാസ്മയിലൂടെ പ്രകാശത്തിന് കടന്നു പോകാൻ പറ്റില്ല. നമുക്കറിയാവുന്ന വലിയൊരു പ്ലാസ്മയാണ് സൂര്യൻ. സൂര്യനിൽ ഇതിന്റെ ടെമ്പറേച്ചർ എത്രയോ കൂടുതലാണ്. അതുകൊണ്ട് സൂര്യനിലെ ആറ്റങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. ന്യൂക്ലിയസുകളും ഇലക്ട്രോണുകളും വേറെ വേറെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യന്റെ അകത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. സൂര്യന്റെ പുറത്ത് നടക്കുന്നുള്ള വെളിച്ചമാണ് നമുക്ക് കിട്ടുന്നത്. സൂര്യന്റെ അകത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം പ്ലാസ്മ ഈസ് ഒപ്പേക്ക് ലൈറ്റ്. പ്ലാസ്മയ്ക്ക് ഇവിടെ പ്രകാശത്തിന് കടന്നു പോകാൻ പറ്റില്ല. കാരണം സ്കാറ്ററിംഗ് വരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇതൊരു സോളിഡ് ബോഡി ഒപ്പേക്ക് ടു ലൈറ്റ്. അതുപോലെയാണ് പ്ലാസ്മ. Which means that if you look back in the universe, at some point you will hit a wall. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ദൂരെ ദൂരെ നോക്കുകയാണെങ്കിൽ ഒരു പരിധിക്കുള്ളിൽ കാണാൻ പറ്റില്ല. കാരണം അതിന്റെ അപ്പുറത്ത് പ്ലാസ്മയാണ്, അതിലൂടെ പ്രകാശം കടന്നു പോകുന്നത്. നിങ്ങൾ എത്ര പേര് ആലോചിച്ചെന്ന് എനിക്കറിയില്ല. ആസ്ട്രോണമി ഒരു തരത്തിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സയൻസ് ആണ്. ആസ്ട്രോണമി ഈസ് എ ഹിസ്റ്റോറിക്കൽ സയൻസ്. നമ്മൾ കാണുന്ന സൂര്യൻ എന്നുള്ളത് ഏറെക്കുറെ ഇപ്പൊ കാണുന്ന സൂര്യൻ ജ്വലിക്കുന്നത് 8 മിനിറ്റ് മുമ്പെയാണ്. കാരണം പ്രകാശം സഞ്ചരിക്കുന്നത് ഒരു പ്രത്യേക വേഗതയിലാണ്. ലൈറ്റ് ട്രാവൽസ് അബൌട്ട് 3 lakh kilometers per second. ഇതൊരു ഭയങ്കര ഫാസ്റ്റ് ആണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ഇൻഫൈനൈറ്റ്. ഈ സൂര്യനിലേക്ക് എത്തണമെങ്കിൽ പ്രകാശത്തിന് 8 മിനിറ്റ് എടുക്കും. നമ്മളിപ്പോ കാണുന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ the sun as it was 8 minutes ago. നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം തന്നെ എത്രയോ പ്രകാശ വർഷങ്ങൾ ദൂരെയാണ്. അതായത് നമ്മളിപ്പോ കാണുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് 1 വർഷം മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ അതാണ് ഇപ്പൊ കാണുന്നത്. ആ നക്ഷത്രം ഇപ്പോൾ പൊട്ടിത്തെറിച്ച് പോവുകയാണെങ്കിൽ അത് നമ്മൾ അറിയണമെങ്കിൽ 1 വർഷം കഴിഞ്ഞേക്കും. നമ്മുടെ ഗാലക്സിയുടെ ഏറ്റവും അപ്പുറത്തുള്ള നക്ഷത്രങ്ങൾ ഏറെക്കുറെ 20 കിലോ പാർസെക്, അബൌട്ട് 30,000-40,000 പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറമാണ് നമ്മുടെ ഗാലക്സിയുടെ വലിപ്പം. അപ്പൊ നമ്മൾ ഗാലക്സിയുടെ ദൂരേക്കുള്ള ഒരു നക്ഷത്രം കാണുന്നത് 30,000 വർഷങ്ങൾക്ക് മുമ്പുള്ള നക്ഷത്രം നമുക്ക് കാണും. നമ്മുടെ ഗാലക്സി എന്ന് പറഞ്ഞാല് പ്രപഞ്ചത്തിലെ ഏറെക്കുറെ 100 ബില്യൺ, അതായത് 10,000 കോടി ഗാലക്സികൾ ഒന്ന് മാത്രമാണ്. എത്രയോ ഗാലക്സികളുണ്ട്. ആ ഗാലക്സികളൊക്കെ നമ്മൾ കാണുന്നത് എത്രയോ കോടി പ്രകാശ വർഷങ്ങൾക്ക് മുമ്പുള്ള ഗാലക്സികളാണ് നമ്മൾ കാണുന്നത്. ആ ഗാലക്സികൾ അപ്രത്യക്ഷമാകാൻ നമ്മൾ അറിയണമെങ്കിൽ എത്രയോ കോടി വർഷം കഴിയും. അപ്പോ ഓരോ ദൂരത്തേക്ക് പോകുന്നതോറും നമ്മൾ കാലത്തെ ഇതിലേക്കാണ്. ഇത് പല രീതിയിൽ കാണും. നമ്മുടെ ജിയോളജിയിൽ ഇഫ് യു ഡിഗ് എർത്ത്,
different layers correspond to different epochs in the geological history. ഓരോ സമയത്തും ഡംപ് ചെയ്യുന്ന സിൽറ്റും ഒക്കെ കൂടിയിട്ടാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ ലെയർ. ആർക്കിയോളജി അതുപോലെയാണ്. ഓരോ ലെയർ ആർക്കിയോളജി ഡിഗ്രിയും ഓരോ ലെയറിനും ഒരു പീരിയഡ് ഉണ്ട്. Exactly like astronomy is also historical science. If you observe at different distances, you are seeing the universe as it was in the past. പക്ഷേ നമുക്ക് ആലോചിക്കാം എന്തുകൊണ്ട് കൂടുതൽ കൂടുതൽ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനപ്പുറത്തുള്ള ലൈറ്റിന് അങ്ങോട്ട് എത്താൻ പറ്റില്ല. ബിക്കോസ് ദിസ് പ്ലാസ്മ വാട്ടർ. അതുകൊണ്ട് ഏറ്റവും earliest that we can observe the universe is when the universe was about 300,000 years. യൂണിവേഴ്സിന് പ്രപഞ്ചത്തിന് ഏറെക്കുറെ 3 ലക്ഷം പ്രായമുള്ള സമയത്താണ് ഈ ടെമ്പറേച്ചർ 3000 കെൽവിനേക്കാൾ താഴെയാവുകയും ന്യൂട്രൽ ആറ്റംസ് ഫ്രീ ആവുകയും പ്രകാശത്തിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതുവരെ പ്രകാശം ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കാണുന്ന ഏറ്റവും പഴയ പ്രപഞ്ചത്തിലെ ഏറ്റവും ഒരു ആദ്യകാല ചിത്രം എന്നുള്ളതാണ് ഇതിനാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. നമ്മൾ ആകാശത്തിന് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഒരു പ്രത്യേക പ്രകാശം വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ മൈക്രോവേവ് ഫ്രീക്വൻസിയിലാണ്. ഒരു മൈക്രോവേവ് ആന്റിന ഉണ്ട്, നമ്മുടെ മൊബൈൽ ഫോൺ മതി അത് ചെക്ക് ചെയ്യാൻ. എവിടെ നോക്കിയാലും ഈ പ്രകാശം വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ പ്രകാശം ദിസ് ലൈറ്റ് ഇസ് റിമാർക്കബിളി സിമിലർ. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഈ പ്രകാശത്തിന്റെ സ്വഭാവം ഏറെക്കുറെ ഒരുപോലെയാണ്. അതിന് വളരെ ചെറിയ വ്യത്യാസമുണ്ട്, മൈന്യൂട്ട് ഡിഫറൻസ്. ഇത് കാണുന്നത് ഈ ബ്ലൂ regions are slightly dimmer regions in the space, and these red regions are slightly brighter regions. ഇതാണ് അപ്പൊ ഈ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷന്റെ ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു ബിഗ് ബാങ് തിയറിയുടെ വളരെ സോളിഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ. 1970-കളിലാണ് ആദ്യമായിട്ട് ഈ ഒരു കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഒബ്സർവ് ചെയ്തത്. കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ഏറ്റവും പ്രിസൈസ് ആയിട്ട് മാപ്പ് ചെയ്യാം. സോ ദിസ് എ വെരി സ്ട്രോങ് എവിഡൻസ് ദാറ്റ് there was an extremely hot and dense epoch in the history of the universe. ആ സമയത്ത് അപ്പൊ ഇത്രയും ഇതൊരു തിയററ്റിക്കൽ സ്പെക്കുലേഷൻ മാത്രമല്ല, ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷണൽ എവിഡൻസ് കൂടി ഉണ്ട്. ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കും എന്നത് നമുക്ക് ഫിസിക്സ് വൈസ് കണക്കാക്കാം. ഒരു ഘട്ടത്തില് പിന്നീടും നമ്മൾ ഇത് ഞാൻ ആ ചിത്രത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ ഒരു യൂണിവേഴ്സ് എൻറ്റയർലി അയണൈസ്ഡ്. ഇത് പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ 3 ലക്ഷം വർഷങ്ങളുടെ ഒരു സ്നാപ്ഷോട്ടാണ്. ഒരു ഘട്ടത്തില് പിന്നീട് പോവാണെങ്കിൽ ഈ ടെമ്പറേച്ചർ കൂടുതൽ കൂടി വരും. കുറെ കോടിക്കണക്കിന് ഡിഗ്രി കെൽവിൻ ടെമ്പറേച്ചറിലേക്ക് വരും. അവിടെ ഈ പ്രോട്ടോണുകൾക്ക് പോലും നിൽക്കാൻ പറ്റും. പ്രോട്ടോണുകൾ കാരണം പ്രോട്ടോൺസ് ആർ ഓൾസോ നോട്ട് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്. ഈ പ്രോട്ടോൺ നമ്മൾ കൂടുതൽ ഒരു പാക്കറ്റ് കൊടുക്കുന്ന പോലെ നമ്മൾ അതിലെ ആറ്റമാണ് അടിസ്ഥാനപരമായിട്ട് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ. Then it turns out that atoms are made of protons and neutrons and electrons. ആറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും അടിസ്ഥാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. But it turns out that the protons are also made of even more fundamental particles called quarks. ഈ പ്രോട്ടോണുകൾ ഉണ്ടായിരിക്കുന്നത് പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ ഉണ്ടായിരിക്കുന്നത് അതിനേക്കാൾ അടിസ്ഥാനപരമായിട്ട് വേറെ കണങ്ങളാണ്, അതിനെ ക്വാർക്കുകൾ എന്നാണ്. ഇത് അത്രയും എനർജി സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ക്വാർക്കുകളെല്ലാം പുറത്തു വരും. ഡീകൺഫൈൻമെന്റ് ഓഫ് ക്വാർക്സ്. അതിനും പുറകോട്ട് പോവുകയാണെങ്കിൽ there must have been an epoch in the universe where the quarks existed in free. The plasma of quarks and what are called gluons. Gluons are the binding particles. ഒരു ഘട്ടത്തില് പോവാണെങ്കിൽ യൂണിവേഴ്സ് is filled with a quark gluon plasma. Even protons and neutrons could not exist. അത്രയും ഉയർന്ന ചൂടില് പ്രോട്ടോണുകൾക്കും ന്യൂട്രോണുകൾക്കും കൂടി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനു മുമ്പ് ചോദിക്കാം, അതിന് നമുക്ക് ഈ ഉത്തരവില്ല.
തിയറട്ടിക്കൽ സ്പെക്കുലേഷൻസ്. പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യം, സമയം പോകുമ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ ക്വാർക്കുകൾ കമ്പൈൻ ചെയ്ത് പ്രോട്ടോണുകൾക്കും ന്യൂട്രോണുകൾക്കും ഫോം ചെയ്യാൻ പറ്റും. അത് എങ്ങനെ, ഏത് തരത്തിലുള്ള പ്രോട്ടോണുകളാണ് കാൽക്കുലേറ്റ് ഉണ്ടാക്കി ഫോം ചെയ്യാൻ പറ്റുക, ഏത് തരത്തിലുള്ള ആറ്റോമിക് ന്യൂക്ലിയസുകളാണ് ഫോം ചെയ്യാൻ പറ്റുന്നത് തിയറിറ്റിക്കൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ആ കാൽക്കുലേഷൻ ആണ് ബിഗ് ബാങ് ന്യൂക്ലിയോസിന്തസിസ് എന്ന് പറയുന്നത്. ബിഗ് ബാങ്ങിൽ തന്നെ ഏറ്റവും ആദ്യം ഏത് തരത്തിലുള്ള ആറ്റോമിക് ന്യൂക്ലിയസുകളാണ് ഉണ്ടാക്കിയത്. അതിന്റെ ഉത്തരം കിട്ടുന്നത് ഭൂരിഭാഗം യൂണിവേഴ്സിന്റെ ഏറെക്കുറെ 75% ഹൈഡ്രജൻ ആറ്റങ്ങൾ മാത്രം. ശേഷിക്കുന്ന 23% ഹീലിയം ആറ്റങ്ങളാണ്. കുറച്ചുകൂടി ലിഥിയം ബാക്കിയുണ്ട്. ബാക്കിയുള്ള എല്ലാം ഹെവിയർ എലമെന്റ്സ് മുഴുവൻ വളരെ സൂക്ഷ്മമായിട്ടുള്ള എമൗണ്ട് മാത്രമേ ഉള്ളൂ. So the Big Bang nucleosynthesis predicts that almost 98% of the universe was just basically hydrogen, helium and some small amount of lithium. ചോദ്യം നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാക്കുന്നത് വാട്ടർ ആണല്ലേ. ഇറ്റ് ഹാസ് ഓക്സിജൻ, ഇറ്റ് ഹാസ് കാർബൺ ബേസ്, കാർബൺ സെല്ലുകളുടെ പ്രധാനപ്പെട്ട ഒരു കോമ്പോസിറ്റ് ആണ് കാർബൺ. അപ്പോൾ ഈ ഒരു ബിഗ് ബാങ്ങിൽ ഉണ്ടാക്കിയ ന്യൂക്ലിയസുകൾ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ജീവനടക്കം സാധ്യം ആവുമായിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഹീലിയത്തിനേക്കാൾ ഇതിനേക്കാൾ കൂടുതൽ ഹെവിയർ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടായത്? അതിന്റെ ഉത്തരം വരുന്നത് പിന്നീട്. ഈ ആദ്യം ന്യൂട്രൽ ആറ്റംസ് ഉണ്ടാക്കിയ കുറെ കാലത്തിന് ശേഷം ബേസിക്കലി യൂണിവേഴ്സ് വാസ് ടോട്ടലി ഡാർക്ക്. ദിസ് ഈസ് കോൾഡ് ഡാർക്ക് ഏജസ്. പിന്നീട് എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നത്. The rest, it turns out that most of the, or a good fraction of the other heavier elements are synthesized in the heart of stars. So the hearts are the true alchemists of the universe. നക്ഷത്രങ്ങളുടെ അകത്താണ് ഈ ഹീലിയത്തിനേക്കാൾ കൂടുതൽ ഹെവി ആയിട്ടുള്ള ഭൂരിഭാഗം അല്ലെങ്കിൽ നല്ലൊരു ഭാഗം മൂലകങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഒരു രീതിയിൽ നക്ഷത്രങ്ങളാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ആദ്യ ആൽക്കെമിസ്റ്റ്. ഈ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിചിത്രമായിട്ടുള്ള വസ്തുതയാണ്. സോ ആസ് യു നോ, എവറി ഒബ്ജെക്ട് ഹാസ് എ ഗ്രാവിറ്റി. സോ ഇറ്റ് വിൽ ട്രൈ ടു compress itself. So if there is no other force to oppose this compression, this object will collapse, implode. എല്ലാ വസ്തുക്കൾക്കും അവരുടെ ഭാരമുള്ള എല്ലാ വസ്തുക്കൾക്കും ഇതിന്റെ ഗ്രാവിറ്റി ഉണ്ട്. ഗ്രാവിറ്റി സ്വഭാവം എന്ന് പറഞ്ഞാൽ പരസ്പരം ആകർഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആകർഷണം ചതിക്കാനുള്ള വേറെ ബലങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ വസ്തുക്കളെല്ലാം അകത്തേക്ക് കൊളാപ്സ് ചെയ്യും, ഇംപ്ലോഡ് ചെയ്യും. ഇപ്പൊ ഭൂമി എന്തുകൊണ്ട് കൊളാപ്സ് ചെയ്യുന്നില്ല? കാരണം നമ്മുടെ ആറ്റംസിനെ പരസ്പരം കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ആണ്, ഒരേ ചാർജുകളിൽ നിന്നുള്ള വികർഷണ ഫലമാണ് ഗ്രാവിറ്റിയെ കൗണ്ടർ ചെയ്യുന്നത്. എന്തുകൊണ്ട് നക്ഷത്രങ്ങൾ കൊളാപ്സ് ചെയ്തില്ല? നക്ഷത്രങ്ങൾ കൊളാപ്സ് ചെയ്തതിന്റെ കാരണം നക്ഷത്രങ്ങളുടെ അകത്ത് വളരെ ഉയർന്ന താപനിലയുണ്ട്. അത് മാത്രമല്ല, അവർ ന്യൂക്ലിയർ റിയാക്ടൻസ് സ്റ്റാർട്ട് ചെയ്യും. ആ ന്യൂക്ലിയർ റിയാക്ടൻസ് പിടിക്കുന്ന ചൂടും ഇതിന്റെ പ്രകാശത്തിന്റെയും ബലമാണ് നക്ഷത്രങ്ങളെ കൊളാപ്സ് ചെയ്യുന്നത്. ഞാൻ ഈ ലേസർ പോയിന്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിന് പുറമെ പ്രകാശത്തിന് ബലമുണ്ട്. അത് ഈ മതിൽ തള്ളിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് വളരെ ചെറുതാണ്. പക്ഷെ ഈ നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്ന അത്രയധികം ലൈറ്റ് ഉണ്ടാക്കുന്ന ആ പ്രകാശത്തിന്റെ ബലമാണ് അതിനെ കൊളാപ്സ് ചെയ്ത് നടക്കുന്നത്. റേഡിയേഷൻ പ്രശ്നമല്ല. Basically the stars create a huge amount of radiation, light, which is producing a pressure that will protect it from the collapse. Which is providing a restoring force against the gravitational collapse. ഇത്രയും ഉയർന്ന താപനിലയിൽ ഉണ്ടാകുമ്പോൾ it can kickstart a large number of nuclear fusion reactions. നമ്മുടെ ഹൈഡ്രജൻ ബോംബ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. രണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹീലിയം ന്യൂക്ലിയസ് ഫോം ചെയ്യും. അപ്പോൾ പുറപ്പെടുവിക്കുന്ന എനർജിയാണ് റിലീസ് ചെയ്യുന്നതാണ് ഹൈഡ്രജൻ ബോംബിന്റെ സംഹാരശേഷിക്ക് കാരണം. And basically stars are burning because of the nuclear fusion reaction. സൂര്യൻ പ്രകാശിക്കുന്നത് അതിനകത്തുള്ള
ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന പ്രകാശവും ചൂടുമാണ് സൂര്യനെ പവർ ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ ഹാവ് സച്ച് സക്സസീവ് ലേയേഴ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ. സോ ഹീലിയം ന്യൂക്ലിയസിൽ കമ്പൈൻ ചെയ്ത് കാർബൺ ന്യൂക്ലിയസ് ഉണ്ടാക്കാം, പിന്നെ ഓക്സിജൻ ഉണ്ടാക്കാം. ഇങ്ങനെ സോ ബേസിക്കലി മാസീവ് സ്റ്റാർസ്, വളരെ ഭാരമുള്ള, സൂര്യനേക്കാൾ എത്രയോ ഭാരമുള്ള നക്ഷത്രങ്ങളിൽ പലതരം മൂലകങ്ങളെ സിന്തസൈസ് ചെയ്യുന്ന വലിയൊരു ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകളാണ് നക്ഷത്രങ്ങൾ. അതിനൊരു ഒരു ഉള്ളിത്തൊലി പോലെ, ഒരു ഒനിയൻ ലെയർ പോലെ ഓരോ ലെയറിലും ഓരോ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. So these stars, massive stars, can successively build heavier and heavier nuclei through nuclear fusion reactions. പക്ഷേ it turns out that ഈ അയണിനേക്കാൾ കൂടുതൽ ഭാരമുള്ള മൂലകങ്ങളെ ഈ നക്ഷത്രങ്ങൾക്ക് അകത്തുണ്ടാക്കാൻ പറ്റും. കാരണം the iron has the highest binding energy. ഞാനൊരു ഈ പോയിന്റിൽ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ താഴെ വരും. കാരണം എന്താ, ഈ ഇപ്പൊ ഞാൻ പഠിക്കുന്നത് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, താഴെ പൊട്ടൻഷ്യൽ കുറവാണ്. എല്ലാ വസ്തുക്കളുടെയും ടെൻഡൻസി ഏറ്റവും പൊട്ടൻഷ്യൽ എനർജി കുറവായിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ. തിരിച്ച് പൊട്ടൻഷ്യൽ എനർജി കുറവായുള്ള സ്റ്റേറ്റിൽ നിന്ന് കൂടുതൽ സ്റ്റേറ്റിലേക്ക് എടുക്കണമെങ്കിൽ ഞാൻ അതിനൊരു ബലം പ്രയോഗിച്ചത്. അപ്പൊ അയൺ ആണ് ഏറ്റവും കൂടുതൽ ബൗണ്ട് ആയിട്ടുള്ള, ഏറ്റവും ബൈൻഡിങ് എനർജി കൂടുതലുള്ള ന്യൂക്ലിയർ. അതിൽ നിന്ന് പിന്നെയും കൂടുതൽ ഹെവി എലമെന്റ്സിനെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് എനർജി സപ്ലൈ ചെയ്യും, തിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് സ്റ്റാർ നക്ഷത്രങ്ങൾക്ക് അകത്ത് ന്യൂക്ലിയസ് ഈ അയണിനേക്കാൾ കൂടുതൽ ഹെവി ആയിട്ടുള്ള എലമെന്റ്സിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. സോ പക്ഷേ അയൺ അടക്കമുള്ള എല്ലാ എലമെന്റ്സിനെയും സിന്തസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിക്കൽ അടക്കമുള്ള അയൺ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സും സിന്തസൈസ് ചെയ്യാൻ നക്ഷത്രങ്ങൾക്ക് പറ്റും. ഈ നക്ഷത്രങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം, so when they exhaust their nuclear fuel, the gravity dominates and the star collapses. Then another set of reactions take place which causes the star to explode as a supernova. അതിന്റെ കോറിനെ ഒരു ന്യൂട്രോൺസ് മാത്രമുള്ള ഒരു നക്ഷത്രമാണ് ന്യൂട്രോൺ സ്റ്റാർ. ഇതിന്റെ എൻവലപ്പ്, അതിനെ ചുറ്റിരിക്കുന്ന പിന്നെ വലയത്തിനെ വലിയ വയലന്റായിട്ട് എക്സ്പോർട്ടിന് പുറത്തു, അതിനാണ് സൂപ്പർനോവ. ഇതൊരു 1987 നടന്ന 1987 സൂപ്പർനോവയുടെ ഒരു ചിത്രം. ഇത് ഭയങ്കര വൈൽഡ് എക്സ്പ്ലോഷൻ. ഇറ്റ് ഈസ് ബേസിക്കലി മോർ ലൂമിനസ് ദാൻ ഓൾ ദ സ്റ്റാർസ് ഇൻ എ ഗാലക്സി. ഒരു ഗാലക്സിയിലുള്ള ഏറ്റവും എല്ലാ നക്ഷത്രങ്ങളുടെയും പ്രകാശനേക്കാൾ കൂടുതലുണ്ട് ഒരു സൂപ്പർനോവയുടെ പ്രകാശം. ഈ സൂപ്പർനോവ ചെയ്യുന്നത് ഈ സ്റ്റാർ നക്ഷത്രങ്ങളിലകത്ത് സിന്തസൈസ് ചെയ്ത് എല്ലാ എലമെന്റ്സിനെയും പുറത്തേക്ക് ഇജക്ട് ചെയ്ത് ഭൂരിഭാഗം എലമെന്റ്സ് അങ്ങനെയാണ്. സോ ഇതൊരു ആക്റ്റീവ് സൂപ്പർനോവയുടെ ചിത്രമാണ്. ഒരു കാസിയോപ്പിയ എ ആണ് സൂപ്പർനോവയിലെ ഈ പല കളേഴ്സും. ഈ കളേഴ്സിനെ ഞാൻ ഓരോ എലമെന്റ്സിനും ഒരു കളേഴ്സ് ഉണ്ട്, ഒരു പ്രത്യേക ഫിംഗർ പ്രിന്റ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ എലമെന്റ്, ഈ സൂപ്പർനോവയിൽ സിലിക്കൺ, സൾഫർ, കാൽസ്യം, അയൺ തുടങ്ങിയ മൂലകങ്ങളുടെ സാന്നിധ്യം. സോ ബേസിക്കലി ഈ സ്റ്റാറുകൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കുറെ മൂലകങ്ങളെ പുറത്തു വരുന്നു. ആ മൂലകങ്ങൾ ഒരു ഗ്യാസ് ക്ലൗഡ് പോലെ, ഒരു ഡസ്റ്റ് ക്ലൗഡ് പോലെ പിന്നീട് കൊളാപ്സ് ചെയ്ത് അടുത്ത ജനറേഷൻ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടാകും. നമ്മൾ ഇപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജനും കാൽസ്യവും കാർബണും ഒക്കെ എത്രയോ ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിഞ്ഞ ഏതോ നക്ഷത്രത്തിൽ ഉണ്ടായതാണ്. ഇതിന് കാൾ സാഗൻ വളരെ almost all of you must have heard this statement. Carl Sagan പറയുന്നത്, we are made of star stuff. The most part, atoms heavier than hydrogen were created in the interior of stars and then expelled into space to be incorporated into later stars. Basically, Carl Sagan പറയുന്നത് നമ്മളെല്ലാം we are made of star dust. ഏതോ എത്രയോ കാലം മുമ്പ് പൊട്ടിത്തെറിച്ച നക്ഷത്രങ്ങളിലെ നക്ഷത്ര ധൂളികളാണ് നമ്മുടെ എല്ലാ ശരീരത്തിലും. അടുത്ത ചോദ്യം വീണ്ടും, നമുക്കറിയാം ഈ അയണിനേക്കാൾ കൂടുതൽ ഹെവിയർ ആയിട്ട് എലമെന്റ്സും ഉണ്ട്. അയണിന്റെ
അറിയാവുന്നത് അയൺ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. അതിന്റെ ആറ്റോമിക് നമ്പർ 8. periodic table വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. So what happened? Where did the elements heavier than the iron are produced? അപ്പൊ അതാണ് അടുത്ത ചോദ്യം. അതിനും ചില വഴികൾ, അത് കുറച്ചുകൂടി ന്യൂക്ലിയർ ഫിസിക്സ് ഒക്കെ ബന്ധപ്പെട്ട കാര്യം. ബേസിക്കലി അതിനേക്കാൾ ഒരു ന്യൂക്ലിയസിൽ കൂടുതൽ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും പാക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഭാസം ഉണ്ടായാൽ മാത്രമേ ഹെവിയർ ആയിട്ടുള്ള ന്യൂക്ലിയസുകൾക്ക് ഉണ്ടാകാൻ പറ്റൂ. ഒരു വഴിയാണ് ഈ ന്യൂട്രോൺ ക്യാപ്ചർ. അതായത് ഇതൊരു ന്യൂക്ലിയസ് ആണ്, ഫ്രീ ആയി പറന്ന് നടക്കുന്ന ഒരു ന്യൂട്രോണിനെ ഇതിൽ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ പ്രത്യേകിച്ച് വികർഷണ ഫലമൊന്നുമില്ല. ന്യൂട്രോൺ ഇലക്ട്രിക് ചാർജ് ഇല്ല. അതുകൊണ്ട് ന്യൂട്രോണിന് ഒരു ന്യൂക്ലിയസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. സോ നക്ഷത്രങ്ങളിൽ അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ നക്ഷത്രങ്ങളുടെ കോറുകളിൽ നടക്കുന്ന ന്യൂക്ലിയർ പ്രവർത്തന ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് പറന്നു നടക്കുന്ന ന്യൂട്രോൺസ് ക്രിയേറ്റ് ചെയ്യും. അതിന് എൻവലപ്പിലുള്ള മറ്റ് ന്യൂക്ലിയസുകൾ ഹിറ്റ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഹെവിയർ ന്യൂക്ലിയർ. അത് ഉണ്ടാകുന്നതിന്റെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഇത്. നമുക്കറിയാവുന്ന എല്ലാ എലമെന്റ്സുകളും എല്ലാ മൂലകങ്ങളുടെയും അവരുടെ ഐസോട്ടോപ്പുകളുടെയും ഒരു ഗ്രാഫാണ് ഇത് കാണിക്കുന്നത്. ഈ ഒരു ആക്സിസിൽ കാണിക്കുന്നത് ഒരു ന്യൂക്ലിയസിലുള്ള എത്ര പ്രോട്ടോൺസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്. ഇതിൽ കാണുന്നത് അതിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്. രണ്ടും ഭൂരിഭാഗം ചെറിയ മൂലകങ്ങളിലൊക്കെ നമ്പർ ഓഫ് ന്യൂട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും ഏറെക്കുറെ ഒരുപോലെ. അതാണ് ഈ ഇപ്പോ അയൺ എന്ന് പറയുന്നത് അതിൽ ഏറെക്കുറെ 20 പ്രോട്ടോൺ ഉണ്ട്. ഇതുവരെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെങ്ങനെ നക്ഷത്രങ്ങൾ ഉണ്ടാക്കി നമുക്കറിയാം. പക്ഷെ ഇത്രയും ഉയർന്ന ഭാരമുള്ള ആറ്റോമിക് ഭാരമുള്ള മൂലകങ്ങളെ എങ്ങനെ ഉണ്ടായി? അതിനുള്ള ഒരു വഴിയാണ് ഈ ന്യൂട്രോണുകളെ ഒരു ന്യൂക്ലിയസിൽ ക്യാപ്ചർ ചെയ്യും. അതിനർത്ഥം ന്യൂട്രോണുകളുടെ എണ്ണം കൂടും. ന്യൂട്രോണുകളുടെ എണ്ണം മാത്രമല്ല കൂടുന്നു, ആ ന്യൂട്രോണുകൾക്ക് ഒരു ന്യൂട്രോണിന് ഒരു പ്രോട്ടോണും ഇലക്ട്രോണായി മാറാൻ പറ്റും. ബീറ്റ ഡികെ എന്ന് പറയുന്നത്. അതിലൂടെ പതുക്കെ ഈ പുതിയ മൂലകങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആണ് സ്ലോ ന്യൂക്ലിയോസിന്തസിസ് ഇൻ സ്റ്റാർസ്. അപ്പൊ ഇനി ഇത് മാത്രം ഒരു നക്ഷത്രത്തിലെ എത്ര വേഗതയാണ് ഈ പുതിയ മൂലകങ്ങളെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഈ സോളാർ സിസ്റ്റത്തിലെ ഉള്ള പല എലമെന്റുകളുടെ അബണ്ടൻസ് എത്ര അളവുകളുണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ തിയറിറ്റിക്കൽ കാൽക്കുലേഷനും ഒബ്സർവേഷനും ഒരു മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നക്ഷത്രങ്ങൾക്ക് മാത്രമല്ല, പുതിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണുന്ന ഇത്രയധികം ഹെവി എലമെന്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ 60കളുടെ ആസ്ട്രോഫിസിക്സിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു. So then they came up with other explanations. One is that this explosion, supernova itself, can create such heavy elements through a rapid process. This is an actual astronomical observation of a supernova that exploded in about 1100s. ഏറെക്കുറെ 1100 AD എക്സ്പ്ലോർ ചെയ്ത ഒരു സ്റ്റാറിനെ പറ്റിയിട്ട് ചൈനീസ് ആസ്ട്രോണമേഴ്സ് എല്ലാം ഹിസ്റ്റോറിക് റെക്കോർഡ്സ്. അപ്പൊ അത് നോക്കിയപ്പോൾ ഈ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വലിയൊരു envelope of gas ഉണ്ട്. So this is that envelope of gas is called a supernova. ഞാൻ പറഞ്ഞു, ഒരു നക്ഷത്രം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിന്റെ എൻവലപ്പ് എക്സ്പ്ലോർ ചെയ്യും, അതിന്റെ കോറ് ഇംപ്ലോഡ് ചെയ്തിട്ട് ഒരു ന്യൂട്രോൺ സ്റ്റാർ, ന്യൂട്രോണുകൾ മാത്രമുള്ള ഒരു വിചിത്രമായ നക്ഷത്രമായി മാറും. അതിനെ വളരെ ഉയർന്ന മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ബലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു റേഡിയോ തരംഗങ്ങൾ ഉണ്ടാക്കും. So it is seen as a pulsar, a pulsating neutron star. So this is an actual image of a pulsar called Crab pulsar. This is called Crab nebula because the Chinese astronomers call it a crab. So this neutron star
is a site of producing a copious amount of free neutrons, which can hit this exploding envelope, where large number of such heavy nuclei could be produced. ഈ എക്സ്പ്ലോഡിംഗ് സ്റ്റാറുകളാണ് വലിയൊരു വിഭാഗം ഉയർന്ന ആറ്റോമിക് മാസുള്ള എലമെന്റ്സ് ഉണ്ടാക്കിയിരുന്നത് 1960-കളിലൊക്കെ കണ്ടത്. വേറെയും ഒരു പക്ഷെ ഇതിനും ചില ചലഞ്ചുകളുണ്ട്. ഇപ്പോഴാണ് നമുക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ചില ഇൻപുട്ടുകൾ കിട്ടുന്നത്. The answer came from a very unlikely place, which is deep sea drilling. ജിയോളജിസ്റ്റുകള് ആഴക്കടലിൽ വളരെ ആഴത്തിലുള്ള കുഴികൾ കുഴിച്ചുകൊണ്ട് ഓരോ സ്ട്രാറ്റയിലുള്ള മൂലകങ്ങളുടെ അബണ്ടൻസ് പഠിച്ചിട്ടുണ്ട്. This is actually a rock that they dug out. ഓരോ ലെയറിലുള്ള പലതരത്തിലുള്ള ഐസോട്ടോപ്പുകളുടെ റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കാലത്തും ഈ സോളാർ സിസ്റ്റത്തില് ഏതൊക്കെ തരത്തിലുള്ള മൂലകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. സൂപ്പർനോവ ബേസിക്കലി ആൾമോസ്റ്റ് എവറി സെഞ്ചുറി there is a supernova happening in our galaxy. അങ്ങനെയാണെങ്കിൽ ഈ സൂപ്പർനോവയിലെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ എല്ലാ ലെയറുകളിലും ഈ ഹെവി എലമെന്റ്സിന്റെ അബണ്ടൻസ് ഒരുപോലെ നടക്കുന്നുണ്ട്. പക്ഷെ അവർ കണ്ടത് they don't see that. It is very different from what we expect from the nucleosynthesis in supernovae. മറിച്ച് അവർ കാണുന്നത് ഒരു ഭയങ്കര എൻറിച്ച്മെന്റ് ഓഫ് ഹെവി എലമെന്റ്സിന്റെ ഒരു കാലത്ത്, അത് കഴിഞ്ഞ 1 മില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത എൻറിച്ച്മെന്റ്. So there has to be some other process that produce a large amount of heavy elements, but it's a very rare process. ഒരു 1,00,000 വർഷത്തിലൊക്കെ അല്ലെങ്കിൽ 10,00,000 വർഷത്തിലൊക്കെ ഉണ്ടാവുന്ന വലിയൊരു എക്സ്പ്ലോഷനിൽ ധാരാളം എലമെന്റ്സ് ഹെവി എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ എത്രയോ കാലത്തിന് ശേഷം അടുത്തൊരു ബേസ്റ്റ് ഓഫ് ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. That was another process. What is that process that is producing this large amount of heavy elements at some very very distant kind of time? അതിനെ പറ്റിയിട്ടുള്ള ധാരണകൾ ഉണ്ടാവുന്നത് 1980-90-കളിലൊക്കെയാണ്. അതാണ് എനിക്ക് കുറച്ചുകൂടി പരിചയമുള്ളവരിലേക്ക്. അത് ന്യൂട്രോൺ സ്റ്റാറുകളുടെ സംയോജനം, കൊളിഷൻസ് കൊണ്ടുള്ള സമയത്താണ് ഈ ഹെവി എലമെന്റ്സ് ഉണ്ടായിരുന്നുള്ളത്. ബേസിക്കലി ചെയ്യുന്നത് ഇതൊരു ടൈം ലൈനാണ്, സമയം റണ്ണിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. So neutron stars are some very strange stars made of entirely neutrons. Neutrons ഉള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസ് മാത്രം ഉണ്ടാക്കിയ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള നക്ഷത്രങ്ങളാണ് ന്യൂട്രോൺ സ്റ്റാർ. പലപ്പോഴും ഇവ മറ്റുള്ള ഒരു ന്യൂട്രോൺ സ്റ്റാറുകളുടെ ചുറ്റുമാണ്. So there is a binary system of neutron stars which move around. ഈ ന്യൂട്രോൺ സ്റ്റാറുകൾ പരസ്പരം കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ so they create very strong disturbances in space-time, which are called gravitational waves. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥലകാലങ്ങളിൽ സ്പേസ് ടൈമിൽ വലിയ ഓളങ്ങൾ ഉണ്ടാകും. ഇതിനാണ് ഗുരുത്വതരംഗങ്ങൾ, ഗ്രാവിറ്റേഷൻ വേവ്സ്. And because the system is losing energy into gravitation waves, they come close and collide. ഈ ഗ്രാവിറ്റേഷൻ വേവ്സിലൂടെ ഊർജ്ജം നഷ്ടപ്പെടുന്നതുകൊണ്ട് ഇത് പതുക്കെ അടുത്ത് വന്ന് അവസാനം വലിയൊരു വയലന്റ് കൊളിഷനിലാണ് അവസാനം. ഇത്തരം ഈ ഒരു ചലനം അതിന്റെ സ്പേസ് ടൈം ഉണ്ടാക്കുന്ന വലിയ ഡിസ്റ്റർബൻസിനെ നമുക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് ലൈഗോ അടക്കമുള്ള ഗ്രാവിറ്റേഷൻ വേവ് ഒബ്സർവേറ്ററീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതിന്റെ ഒരു കാർട്ടൂണാണ്. ഈ ആദ്യമായി 2017 ഈ ന്യൂട്രോൺ സ്റ്റാറുകളിൽ തമ്മിലുള്ള കൊളിഷനുള്ള ഗ്രാവിറ്റേഷൻ വേവ്സ് ആദ്യമായി ഡിറ്റക്ട് ചെയ്തു. കഴിഞ്ഞ 10 വർഷമായിട്ട് അത് സ്ഥിരമായി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. But when they come very close, they collide in a very very violent collision, and they basically eject a large amount of nuclear matter in which many heavy elements are created. So astronomical observations from these collision of neutron stars have confirmed that large fraction of the heavy elements in the universe was created in these. ഈ ന്യൂട്രോൺ സ്റ്റാർ മെർജറുകളാണ് നമ്മുടെ സ്വർണ്ണം അടക്കമുള്ള ഗോൾഡ് അടക്കമുള്ള ഹെവി എലമെന്റ്സിൽ ഭൂരിഭാഗവും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ.
ഇതൊരിക്കലും ഒരു അവസാനത്തെ ആൻസർ അല്ല, ഇപ്പോഴും അതിനെ കുറെ ഡീറ്റെയിൽസ് ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ we have a reasonable understanding that most of the heavy elements in the universe was produced in the sun. ഇപ്പൊ 2017 ഉണ്ടാക്കിയ ഒരു ന്യൂട്രോണെ കൊള്ളിച്ചിൽ തന്നെ ഏറെക്കുറെ ഭൂമിയുടെ അത്രയും ഭാരമുള്ള സ്വർണം അത് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന എസ്റ്റിമേഷൻ. Earth's mass worth of gold must have produced in this one particular merger of neutrons. So this is the summary. Periodic table ന്റെ ഒരു പഴയ ചിത്രമാണ്. ഇപ്പൊ ഇത് ഒരു കെമിസ്ട്രിന്റെ പീരിയോഡിക് ടേബിൾ അല്ല, ഒരു ഫിസിക്സിന്റെ പീരിയോഡിക് ടേബിൾ ആണ്. ഇത് കാണിക്കുന്നത് ഓരോ എലമെന്റ്സിന്റെയും ഉണ്ടായത് എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇതിൽ കാണിക്കുന്നത്. സോ അത് ഞാൻ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ഹീലിയം ആൾമോസ്റ്റ് എൻറ്റയർലി ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ബിഗ് ബാങ് ഇറ്റ്സെൽഫ്. ബിഗ് ബാങ് ഉണ്ടായതിന്റെ ഏറെ മിനിറ്റുകൾക്ക് ശേഷം ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും ന്യൂക്ലിയസ് ഉണ്ടാക്കിയിട്ടു. കുറച്ച് എമൗണ്ട് ഓഫ് ലിഥിയം, ബെറിലിയം ഒക്കെ. പക്ഷെ അതിനുശേഷമുള്ള ഏറ്റവും അടുത്ത അയൺ അടക്കമുള്ള ഹെവി എലമെന്റ്സ് ഭൂരിഭാഗമൊക്കെ ഉണ്ടായിരിക്കുന്നത് നക്ഷത്രങ്ങളിലകത്താണ് ത്രൂ ന്യൂക്ലിയർ ഫ്യൂഷൻ. Even heavier elements, a good fraction are produced in supernova explosions. അതായത് supernova explosions ആണ് അടുത്ത വലിയൊരു ഭാഗം ഉണ്ടായിരുന്നത്. ബാക്കി ഉണ്ടായിരിക്കുന്നത് ന്യൂട്രോൺ സ്റ്റാർ മെർജറുകളാണ്. ഇപ്പോഴും അതിന്റെ മുഴുവൻ പസിൽസ് ഇപ്പോഴും സോൾവ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ വെരി ആക്റ്റീവ് ഏരിയ ഓഫ് റിസർച്ച്. നമുക്ക് ഇത്രയാണ് എനിക്ക് പറയുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ